അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല പഴുത്ത മാങ്ങ കെട്ടിയിട്ടുണ്ട്, അത് വെച്ച് നോക്കാം. 2-3 വട്ടം എനിക്ക് തിന്നെടുക്കാം. 2-3 വട്ടം കഴുകിയെടുക്കാം. ഇതേമാതിരി നമുക്ക് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ട അമ്മ? ഇത് വേവിക്കണം. മഞ്ഞപ്പൊടി ഇട്ടിട്ട്. മഞ്ഞപ്പൊടി, ഉപ്പിടണോ? ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടണം. മുളക് പൊടി ഇട്ടിട്ട് ഇത് വേവിക്കാം. അപ്പം നമ്മുടെ മാങ്ങയ്ക്ക് ഇതാ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതാ ഈ പൊടിച്ചു വെച്ച ശർക്കര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചിരകിയെടുത്ത തേങ്ങയാണ് ഇത്. നമ്മൾ പച്ചമുളക്, ജീരകം, ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം, മോരും കൂട്ടിയിട്ട് നന്നായി അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇനി ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവൊന്ന് പൊട്ടിച്ചിട്ട് എന്നിട്ട് നമുക്ക് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം മുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിടുക. അപ്പോൾ പുളിശ്ശേരിക്ക് നമുക്ക് ഇനി ഈ വറവൊക്കെ ഒന്ന് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പം അമ്മമ്മേ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.